welcome to Sister's Kitchen. ഈ കാണുന്നതാണ് നമ്മളുടെ സ്പെഷ്യൽ ബ്ലൂ ടീ. ഇതിന് പ്രത്യേകിച്ച് ഒരു ചൊവയില്ല കേട്ടോ. നമ്മളുടെ സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും ഇല്ല, ചീത്ത ടേസ്റ്റും ഇല്ല. നല്ലൊരു സ്മെല്ലുണ്ട്. ഞാൻ എൻ്റെ ഗാർഡനിൽ തന്നെയുള്ള ഒരു പൂ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ടീ ഡെയിലി കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ്, നമ്മളുടെ കണ്ണുകൾക്ക് വളരെയധികം നല്ലതാണ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നാലാമത്തത് നമ്മുടെ ഹെയറിന് നല്ലതാണ്. അഞ്ചാമത്തത്, ഇത് ആൻറ്റി ഏജിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ബ്ലൂ ടീ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉടനെ തന്നെ ഗാർഡനിൽ ചെടി വച്ചുപിടിപ്പിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കത് ഏതാ ചെടി നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു കോറിഡോർ ഗാർഡനിലേക്കാണ്. കുറച്ച് അത്യാവശ്യം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതുപോലെ വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ ശംഖുപുഷ്പം കയറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടതാണ് ഞങ്ങളുടെ കൊച്ചു കോറിഡോർ ഗാർഡൻ. അപ്പോൾ അതിനകത്ത് ആ ശംഖുപുഷ്പമൊക്കെ നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ടീ ഉണ്ടാക്കാൻ പോകുന്നത്. പൂക്കൾ നോക്കട്ടെ. അധികം പൂക്കളൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇനിയുണ്ട്, അത് മുകളിലാണ് കേട്ടോ. ഇനി അപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. ഈ സൈഡിൽ വേറെ ഒന്നും കൂടി ഉണ്ട്, അതിനകത്തുണ്ട് പൂവ്. നമുക്ക് ഈ ഫ്ലവർ ഉണങ്ങിയത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. 50 ഗ്രാമിന് 500 രൂപയാണ് വില. അപ്പം തന്നെ ഊഹിക്കാമല്ലോ ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ എന്തോരം ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ 7 പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് ടീ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്നെടുത്ത് അവളതെല്ലാം പിച്ച് കളയും. നമുക്കിത് വെച്ചിട്ട് ടീ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടുത്തെ ഈ ഗ്ലാസ്സിന് ഒരു 2-2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 7 പൂക്കളാണ് കിട്ടിയിട്ടുള്ളത്. 7 ധാരാളം മതിയാവും. നമുക്കിത് ഓൺ ചെയ്യാം. നമുക്ക് ഈ പൂക്കളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ തിളപ്പിക്കാം. പൂക്കൾ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഞെട്ടി ഉണ്ടല്ലോ പച്ച കളറിൽ, അതും മാറ്റണം കേട്ടോ. വെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു 4 മിനിറ്റ് തിളപ്പിക്കാം കേട്ടോ. ഇത് ഞാനിവിടെ ഫ്ലവർ അധികം ഉണ്ടായപ്പോൾ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടീ ഉണ്ടാക്കാം. ഒരു ഗ്ലാസ്സിൽ ഒരു 3 ഫ്ലവർ ഇട്ടാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഈ ബ്ലൂ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഫ്ലവർ എല്ലാം ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെടി ഇല്ലെങ്കിൽ വേഗം തന്നെ നട്ടുപിടിപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.